ചേട്ടാ ഓട്ടോ കൊണ്ടുവന്നല്ലേ? അതെ. ഇപ്പൊ എന്തോ പൈസ വേണ്ടെന്ന്? പൈസ എന്തോ ഇത് ശിക്ഷ ശിക്ഷ എന്തോ പറ്റി? വീട്ടുകാരും നോക്കുന്നില്ല. വീട്ടുകാർ നോക്കുന്നില്ല. ചേട്ടാ ഇപ്പൊ നല്ലവണ്ണം നടന്നാണല്ലോ കുറച്ച് നാൾ മുമ്പൊക്കെ. എനിക്ക് പ്രഷർ ഷുഗർ അടിച്ചു. പ്രഷർ അടിച്ചാണ് നടന്ന് കൈയൊക്കെ എന്തോ പറ്റി? കൈ ആണോ? കൈ ഇടത്ത സൈഡിലെ കൈയും കാലും പോയി. വൈഫും പിള്ളേരൊക്കെ? പിള്ളേർക്ക് വലിയ ജോലി ആയതുകൊണ്ട് അവര് എറണാകുളത്ത് പോയി സൂപ്പർ മാർക്കറ്റിലെ മാനേജരായിട്ട് അവരവിടെ പോയി താമസിക്കും. ആര്? പിള്ളേരും പെണ്ണുമ്പിളയല്ല. മോളെ കടപ്പാക്കടയിലാണ് കെട്ടി. കടപ്പാക്കടയില? അവള് ടീച്ചറായിരുന്നു. ജ്യോതി നമ്മുടെ തിരുമുക്കില് ടീച്ചറായിരുന്നു. തിരുമുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കൊല്ലം അല്ല, ഇവിടെ ചാത്തന്നൂർ. അവിടുത്തെ ടീച്ചറായിരുന്നു. അവള് അവിടുന്ന് കല്യാണം കഴിഞ്ഞ് പോയതാ. പിന്നെ നിങ്ങൾക്ക് എത്ര നാളായി ഇങ്ങനെ വന്നിട്ട്? എനിക്ക് 2 വർഷമായി. അന്നേരം വൈഫൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് പ്രഷർ അടിച്ചു കഴിഞ്ഞപ്പോൾ അവര് എത്ര വർഷം നിങ്ങൾ ജോലിയൊക്കെ ചെയ്ത് കൊടുത്തായിരുന്നു? 30 വർഷം എന്റെ കൂടെ താമസമായിരുന്നു. 30 വർഷം എന്റെ കൂടെ താമസമായിരുന്നു. എനിക്ക് പ്രഷർ അടിച്ചപ്പോഴത്തേനും എല്ലാം കളഞ്ഞിട്ട് അവര് പോയി. മോള് ചാത്തന്ന് ഇവിടെയാണ് കെട്ടിച്ച് കിടക്കുന്നത്. ചെലവിന് കാശൊക്കെ തരുന്നുണ്ടോ? ഒരു പൈസയും തരുന്നില്ല. ഞാൻ ഭിക്ഷ എടുത്ത് ഇതെല്ലാവരും തരുന്നതിന് എടുത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഓട്ടോ ഒന്നും ഓടാൻ പറ്റത്തില്ല. താഴെ ഇരുന്ന പെൻഷൻ കിട്ടുമല്ലോ. പെൻഷൻ കിട്ടാൻ റേഷൻ കാർഡും അങ്ങനെയുള്ള സാധനം എല്ലാം അവർ വാരിക്കൊണ്ടു. ആധാർ കാർഡ് ഒന്നും കയ്യിലില്ല? ഇല്ല, ഒന്നും എല്ലാം എടുത്തോണ്ട് അവരും. എല്ലാം എടുത്തോണ്ട് വിളിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല, അവര് ഫോൺ ചെയ്യാറൊന്നുമില്ല. നിങ്ങൾ 30 വർഷം ജോലി ചെയ്ത് അവർക്ക് കൊടുത്തായിരുന്നു? 30 വർഷമായി. 92-ലായിരുന്നു കല്യാണം. അങ്ങനെ 2024 വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചു. വീട്ടില് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്? ഒറ്റയ്ക്കാണ് കിടക്കുന്ന. വീട് മൊത്തം ചോർന്ന് ഒലിച്ച്, പിന്നെ വെള്ളം വഴി കൊതുകും. പിന്നെ അവിടെ മാറാന കെട്ടിക്കിടക്കുന്നോണ്ട് കൊതുക് കടിക്കുന്നില്ല. മാറാനക്കകത്ത് വന്ന് കൊതുക് കിടക്കും. അങ്ങനത്തെ സ്ഥിതിയായി. വീട് ഏത് സമയത്ത് അതേ കൂടെ പൊളിച്ചു പോയി. അത് ശരി. കറക്റ്റ് സ്ഥലം എവിടെ? ഞാൻ ഇവിടെ ഇരുവരം കാക്കത്തോപ്പില്. അവിടെ താമസിച്ചൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വളർന്നേക്കെ? അല്ലല്ല, ഞാൻ തിരുവല്ലയിലേക്ക്. അവിടുന്ന് കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന്. പിന്നെ 7 വർഷം ഗൾഫിലും പോയിരുന്നു. അന്നേരം പിള്ളേർക്ക് 2 പേർക്കും ഓരോ വണ്ടി എടുത്തു കൊടുത്തു. മോള് ടീച്ചറല്ലേ. പഠിപ്പിച്ചൊക്കെ നിങ്ങൾ തന്നെ? അതെ, ജ്യോതി ജോസഫ്. വൈഫിന് ജോലിയൊന്നുമില്ല? വൈഫിന് ജോലി. നിങ്ങളെ നോക്കി കുടുംബം നോക്കി. ഇപ്പൊ നിങ്ങളെ ആവശ്യം ഇത് ഇങ്ങനെ ആയപ്പോഴത്തേക്ക് അവരും കളഞ്ഞുപോയി. എന്നെ കളഞ്ഞിട്ടു. കേസ് കൊടുത്തില്ലേ? കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും കമ്മീഷണർക്ക് കൊടുത്ത കേസൊന്നും എടുത്തില്ല. രണ്ടാമത് ഇനിയും ഇത് എടുത്തില്ലേ തന്നെ രണ്ടാമത് ഇനി ആർജെ കോടതി കേസ് വരും. കാരണം ഒരു വക്കീല് പൈസ വേണ്ടെന്നും പറഞ്ഞ് എന്റെ അടുത്തത്. വക്കീല് ഫീസ് വേണ്ട എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ്. നോക്കാനും പിടിക്കാനൊന്നും ആരുമില്ല. തറ മിക്കവാറും